ഇപ്പൊ ദുബായില് ഇത്രയും റാപ്പിഡ് ആയിട്ട് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ് അല്ലെ? അപ്പൊ അത് അവിടുത്തെ കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റിനെയൊക്കെ ബാധിക്കുന്നുണ്ട്? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം കൺസ്ട്രക്ഷന്റെ ടൈം വളരെ കുറവാണ്. ഇപ്പൊ കമ്പയർഡ് ടു ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കിയാൽ ഇവിടത്തെക്കാളും വലിയ ബിൽഡിങ്സ് ലൈക്സ് 30, 40, 50 ഫ്ലോർസ് ഒക്കെ ഉള്ള ബിൽഡിങ്സ് മേ ബി ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതിന്റെ വൺ ഓഫ് ദ മേജർ റീസൺ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജി, അഡ്വാൻസ്ഡ് മെഷീനറീസ് ഇതൊക്കെയാണ് അവിടെ ദുബായിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഒരു പരിധി വരെ നമ്മുടെ സമയത്തെ കുറച്ചുകൂടെ ലാഭിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷനിൽ എപ്പോഴും ഇപ്പൊ ദുബായ് ആണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് എവിടെ നോക്കിയാലും, ഇപ്പൊ ഇവിടെയാണെങ്കിലും ടൈം ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മൾ പലരോടും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ദിവസം നേരത്തെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഓവർ ഹെഡ്സും കുറവായിരിക്കും ഇത്ര. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഈ പറയുന്ന മെഷീനറീസ്, ടെക്നോളജി, ആ ഒരു അഡാപ്റ്റേഷൻ കുറച്ചുകൂടെ ഒരു ഇന്റർനാഷണൽ ലെവലിലാണ്. പിന്നെ ഒരു പരിധി വരെ ലേബേഴ്സ് അതിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ക്വാളിറ്റി കോംപ്രമൈസ് ഒരിക്കലും ഒരു ബിൽഡർക്ക്, ഒരു ബ്രാൻഡഡ് ബിൽഡർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും കോമ്പറ്റീഷനാണ് മാർക്കറ്റിൽ. ആര് ബെറ്റർ ക്വാളിറ്റിയിൽ ഒരു ബെസ്റ്റ് ടൈമിൽ ബെറ്റർ പ്രോഡക്റ്റ് കൊടുക്കുന്നോ അല്ലെങ്കിൽ ഒരു യുണീക്ക് പ്രോജക്റ്റ് കൊടുക്കുന്നോ അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. കാരണം ഓരോരുത്തരും കോമ്പറ്റീഷൻ വരുമ്പോഴത്തേനും നമ്മുടെ പ്രോജക്റ്റ് എങ്ങനെ യുണീക്ക് ആക്കാം എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ. ആ ഒരു യുണീക്നെസ് കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് കൂടാതെ ഇപ്പം ഒരു ഫ്ലാറ്റ് വാങ്ങി നമുക്ക് ഒരു ഹാൻഡ് ഓവർ പ്രോസസ് ഉണ്ടല്ലേ, ഹാൻഡിങ് ഓവർ സമയത്ത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മളും ബിൽഡറും ജോയിന്റ് ആയിട്ട് വന്ന് ചെക്ക് ലിസ്റ്റ് എടുത്ത് രണ്ടുപേരും ആ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞതെല്ലാം ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ഗവൺമെന്റ് റെഗുലേറ്റഡ് ആണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനം കൊടുത്ത് ഒരു ബയറിനെ പറ്റിച്ചുകൊണ്ട് പോകാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് സ്പീഡ് ക്വാളിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് എല്ലാ റിക്വയർമെന്റ്സും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളത് മീറ്റ് ചെയ്യണം. പ്ലസ് നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷനിലുള്ള സാധനം അതുപോലെ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ കൊടുക്കണം. അത് ആള് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഹാൻഡ് ഓവർ എടുക്കുന്നത്. അപ്പം ഒരു ബിൽഡർക്ക്, ഒരു ബ്രാൻഡഡ് ബിൽഡേഴ്സ് ആർക്കും അങ്ങനെ ഒരു ടൈം ആൻഡ് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല.